മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ കളികളാണ് നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഡാർക്ക് പരിപാടികളൊക്കെ നല്ല ഡാർക്ക് കോമഡിയിൽ പ്രസന്റ് ചെയ്തൊരു സിനിമയാണ് മോളിവുഡ് ടൈംസ്. സിനിമാ മേഖലയിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെന്ന് അതിയായ ആഗ്രഹമുള്ളവർ, സിനിമാ മേഖലയിൽ എത്തിപ്പെട്ടിട്ട് ഒന്നും ആകാത്തവർ, അവർക്കൊക്കെ ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമ തന്നെയാണ് മോളിവുഡ് ടൈംസ്. അഭിനവ് സുന്ദർ നായക്കാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ ഇതിനു മുമ്പത്തെ സിനിമയായ മുകുന്ദനുണ്ണി അസോസിയേറ്റിന്റെ സെയിം അതേപോലത്തെ ഒരു പാറ്റേൺ മേക്കിംഗ് തന്നെയാണ് ഈ സിനിമയിലും പുള്ളി പിടിച്ചിരിക്കുന്നത്. അപ്പോൾ സിനിമയുടെ മെയിൻ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അഭിനവിന്റെ മേക്കിംഗ് തന്നെയാണ്. നല്ല രസമായിട്ടാണ് സിനിമ പുള്ളി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്ത പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെസ്ലിന്റെ പെർഫോമൻസ് ആണ്. നെസ്ലിന്റെ കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് തന്നെ പറയാം ഈ സിനിമയിലെ. ഡയലോഗ് ഡെലിവറി ആയാലും പുള്ളിയുടെ സട്ടിലായിട്ടുള്ള കുറെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആയാലും എല്ലാം നല്ല ഗംഭീരമായിട്ട് പുള്ളി ഈ സിനിമയിൽ പെർഫോമൻസ് ചെയ്തിരിക്കുന്നത്. ഷറഫുദ്ദീൻ ഒരു ഗംഭീര കഥാപാത്രം ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഈ സിനിമയിലെ ഓരോ അവസ്ഥകൾ ഒരുപാട് കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ പുള്ളി പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സംഗീത് പ്രതാപ് നല്ലൊരു കഥാപാത്രം ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. കുറച്ചൊരു ഗ്രേ ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ്. നല്ല രസമായിട്ട് തന്നെ പുള്ളിയും ആ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പിന്നെ 2 ഗസ്റ്റ് അപ്പിയറൻസും ഉണ്ട്. അതെല്ലാം നല്ല രീതിയിൽ തന്നെ സിനിമയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജേക്സ് ബിജോയുടെ മ്യൂസിക് നല്ല രസമായിട്ട് തന്നെ ഓരോ സീനിലും ബ്ലെൻഡ് ആയിട്ട് തന്നെ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോങ്സ് ആയാലും നല്ല രസമായിട്ട് തന്നെ അത് സ്ക്രീനിൽ പ്രസന്റും ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഔട്ട് ആൻഡ് ഔട്ട് കൊമേഴ്ഷ്യൽ സിനിമയല്ല. നമ്മൾ പറയൂലേ, ഇറ്റ്സ് നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ, അങ്ങനത്തെ ഒരു സിനിമയാണ്. അപ്പോൾ കുറച്ച് മധുരം കുറവിൽ നല്ല കടുപ്പത്തിലുള്ളൊരു ചായയാണ്. അപ്പോൾ ഈ ചായ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു.